അങ്ങേ തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിൽ നിരവധി ആരോപണം വരുന്നു. കാരണം താങ്കളാണ് സംരക്ഷിച്ചത്, താങ്കൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്, KPCCക്ക് 3 വർഷത്തിന് മുമ്പ് പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷവും ഈ ആരോപണ വിധേയന് നിരന്തരം പദവികൾ നൽകി. എനിക്ക് ഒരു പരാതി താങ്കൾക്കെതിരെ ആരോപണം വരുന്നുണ്ട്. അതുകൊണ്ട് അല്ല, അത് നിങ്ങളുടെ കൈരളിയിൽ വരുന്ന ആരോപണമായിരിക്കും. എനിക്ക് അല്ലല്ല, എനിക്കറിയില്ല. ACCക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല. എനിക്കറിയില്ല. അല്ല, ഞാനെങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ ആരോപണം? അല്ലല്ല, കൈരളിയിലെ ചോദ്യം അല്ല, കൈരളിയിലെ ചോദ്യം പറഞ്ഞത് അങ്ങയെ പോലും ആരോപണത്തിന് മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ 3-3.5 വർഷമായി പരാതി ലഭിച്ചിരുന്നു, അന്നെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വിമർശനമായി വരുന്നത്. ഒരു വിമർശനം ഇല്ല. എൻ്റെ മുമ്പിൽ വന്ന പരാതി, ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാണ്. എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ്. അവർ മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ. നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കുവാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം വേണേൽ നിങ്ങളുടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ, എന്നോട് ചോദിക്കണ്ട. എന്താണ് പറയാ? അല്ല, അതായത് ഈ കാര്യം അതായത് ഞങ്ങളുടെ 2 സഹപ്രവർത്തകർക്കും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടും ഗതികേട് കൊണ്ട് പരാതിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരെന്നാണ് ഇപ്പോൾ ഉത്തരവാദിത്തം. അല്ല, നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് അല്ലല്ല, നിങ്ങളാരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്നത്, നിങ്ങൾക്ക് പോലും ഒരു പരാതി എന്നോട് പറയാനുണ്ടായില്ലല്ലോ. ഇതിലൂടെ ചോദിച്ചില്ല. ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. പറയേ, അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ. അല്ല, നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഇടപെടും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ, താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല. ഒരു വിട്ടുവീഴ്ച. പിന്നെ പ്രോത്സാഹിപ്പിക്കൽ, രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ്, നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിൻ്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും.